ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എന്ന് പാടി പഠിപ്പിച്ച് അതിൻ പ്രകാരം ജീവിച്ചു കാണിച്ചതിനാൽ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സ്നേഹത്തിൻ്റെ അപ്പോസ്തോലനും സാമൂഹിക നീതിയുടെ പ്രവാചകനും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മിഷൻ ബോർഡ് സ്ഥാപകനും നിരണം ഭദ്രാസന മുൻ അധിപനും ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര പ്രസിഡന്റുമായിരുന്ന ഭാഗ്യസ്മരണാർഹനായ മലങ്കര സഭാരത്നം അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഉസ്താത്യോസ് തിരുമേനിയുടെ 13ാമത് ഓർമ്മ പെരുന്നാൾ 2025 ഫെബ്രുവരി 8 മുതൽ 17 വരെ മാവേലിക്കര സെന്റ് പോൾ മിഷൻ സെന്ററിൽ ഭക്തിപുരസരം കൊണ്ടാടി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, പദയാത്രാ സംഘങ്ങൾക്കുള്ള സ്വീകരണം, ഭക്തിനിർഭരമായ റാസയും ശ്ലൈഹിക വാഴ്വും, കബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രവാചകനായിരുന്നു ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഉസ്താത്യോസ് മെത്രാപ്പോലിത്ത എന്ന് അങ്കമാലി ഭദ്രാസനാധിപൻ അഭിവന്യ യൂഹാനോൻ മാർ പോളിക്കർപ്പോസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. കോട്ടയം ഓർത്തഡോക്സ് സെമിനാരിയിൽ നടന്ന ഡോക്ടർ ഗീവർഗീസ് മാർ ഉസ്താത്യോസ് അനുസ്മരണ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക നീതി സമൂഹത്തിൽ ശക്തമായി പ്രചരിപ്പിച്ച മഹത് വ്യക്തിത്വമായിരുന്നു മാർ ഉസ്താത്യോസ് എന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ സോബാന അക്കാദമി ഡയറക്ടർ ഫാദർ ഡോക്ടർ KM ജോർജ് പറഞ്ഞു. മനുഷ്യസ്നേഹവും സുവിശേഷ ദൗത്യവും നീതിബോധവും ഉജ്ജ്വലിപ്പിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ചീഫ് ലൈബ്രറിയൻ ഫാദർ ഡോക്ടർ മാത്യൂസ് ജോൺ മനയിൽ, പഴയ സെമിനാരി മാനേജർ ഫാദർ ജോബിൻ വർഗീസ്, ഫാദർ CC ചെറിയാൻ, ഗ്രിഗറി K ജോൺസ് എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ KL മാത്യു വൈദ്യൻ കോറെപ്പിസ്കോപ്പായുടെ വിശ്വാസ ജീവിതം എന്ന ഗ്രന്ഥം യൂഹാനോൻ മാർ പോളിക്കർപ്പോസ് തിരുമേനി ഫാദർ CC ചെറിയാന് നൽകി പ്രകാശനം ചെയ്തു. ഓർമ്മ പെരുന്നാളിൻ്റെ ഭാഗമായി നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. MTC ഡയറക്ടർ ഡോക്ടർ യൂഹാനോൻ മാർ തേവോദോറോസ് മെത്രാപ്പോലിത്ത അനുഗ്രഹ സന്ദേശം നൽകി. പീരുമേട് ഒലിവുമരം ആശ്രമം ഫാദർ ഗീവർഗീസ് തോമസ് ക്ലാസ് നയിച്ചു. MTC മാനേജർ യൂഹാനോൻ റംബാൻ, D ഗീവർഗീസ് കോറെപ്പിസ്കോപ്പ, ഡീക്കൻ തോമസ് മാത്യു, MTC പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജനറൽ സെക്രട്ടറി ഫാദർ അലക്സ് മാത്യു, കോർഡിനേറ്റർ ഡേവിഡ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. അഭിവന്യ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര സഭാഭാസുരൻ പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ 91ാം ഓർമ്മ പെരുന്നാളിന് തുടക്കം കുറിച്ച് കോട്ടയം പഴയ സെമിനാരിയിൽ കൊച്ചി ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് മെത്രാപ്പോലിത്ത കൊടിയേറ്റി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു വരുന്നു. ദീർഘവീക്ഷണവും ദൈവാശ്രയബോധവുമുള്ള താപസ ശ്രേഷ്ഠനായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ സുന്നഹദോസ് സെക്രട്ടറി അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് മെത്രാപ്പോലിത്തയുടെ ചരമനവധി സമാപനം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ പറഞ്ഞു. കെട്ടുറപ്പുള്ള ഒരു ഭരണഘടന നിർമ്മിച്ച് വ്യവസ്ഥാപിതമായി ഒരു ഭരണ സംവിധാനം സഭയ്ക്ക് നൽകി. സ്ത്രീ വിദ്യാഭ്യാസത്തിനും വനിതാ ശാക്തീകരണത്തിനും ഊന്നൽ നൽകി എന്നും അഭിവന്യ പിതാവ് പ്രസംഗത്തിൽ പറഞ്ഞു. മാതൃ ഇടവകയായ മല്ലപ്പള്ളി സെന്റ് ജോൺസ് ബഥനി ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സെന്റ് ഡൈനേഷ്യസ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടന്ന ചടങ്ങിൽ ഫാദർ നൈനാൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കോട്ടയം പഴയ സെമിനാരി മാനേജർ ഫാദർ ജോസഫ് വർഗീസ്, കുഞ്ഞുകോശി പോൾ സീപ്പൻ, എബ്രഹാം സുരേഷ് പയ്യമ്പള്ളിൽ, സജി മാത്യു, ജേക്കബ് മാമൻ, ബാബു താഴത്തുമോടിയിൽ എന്നിവർ പ്രസംഗിച്ചു. അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിക്ക് ഹരിത വിനോദസഞ്ചാര കേന്ദ്രം പദവി.
ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ സുസ്ഥിരവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പുട്ടി പള്ളിക്ക് കേരള സർക്കാരിന്റെ ഹരിത വിനോദസഞ്ചാര കേന്ദ്ര പദവി ലഭിച്ചു. കുന്നംകുളം നഗരസഭയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ ശ്രീമതി സീതാ രവീന്ദ്രൻ അടുപ്പുട്ടി പള്ളി വികാരി ബഹുമാനപ്പെട്ട ഫാദർ ഗീവർഗീസ് വർഗീസിന് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് അടുപ്പുട്ടി പള്ളിക്ക് ഹരിത വിനോദസഞ്ചാര കേന്ദ്ര പദവി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒക്ടോബർ മാസം 27-28 നടത്തപ്പെടുന്ന അടുപ്പുട്ടി പെരുന്നാൾ പൂർണ്ണമായും മാലിന്യ സംസ്കരണ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് നടത്തിവരുന്നത്. പള്ളി ട്രസ്റ്റി PK പ്രജോദ്, സെക്രട്ടറി ബാബു ഇട്ടൂപ്പ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തിരുവനന്തപുരം ബിഷപ്പ് പെരേര ഹാളിൽ വെച്ച് നടന്ന കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കാതലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സമാധാനത്തിന്റെ വാതിൽ വീണ്ടും തുറന്നിടുന്നു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. മലങ്കര സഭയുടെ 6 പള്ളികൾ സംബന്ധിച്ച കേസ് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ട സുപ്രീംകോടതി വിധി സഭാ സമാധാനത്തിന് കാരണമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്ത കഴിഞ്ഞ ദിവസവും പുറത്തിറക്കിയ കോടതി ഉത്തരവിന്റെ പകർപ്പ് 2017 അന്തിമ സ്ഥിതിയെത്തിയ വിധി പൂർണ്ണമായി പാലിക്കപ്പെട്ടോ എന്ന ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത്. കേസിൽ വിശ്വാസികളുടെ കണക്കെടുപ്പിന് പ്രസക്തിയില്ലെന്ന് വിധി പകർപ്പിൽ പരമോന്നത കോടതി വ്യക്തമാക്കുന്നു. സർക്കാർ ശേഖരിച്ച കണക്ക് അപ്രസക്തമായതിനാൽ മടക്കി നൽകുകയും ചെയ്തു. കോടതി ഉത്തരവുകൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന സുപ്രീം കോടതി നിരീക്ഷണത്തെ മലങ്കര ഓർത്തഡോക്സ് സഭ സ്വാഗതം ചെയ്യുന്നു. വിധി നടപ്പാക്കുകയും എന്നാൽ സഭയിൽ സമാധാനം സംജാതമാക്കുകയും ആണ് വേണ്ടത്. ഒപ്പം സമാന്തര ഭരണത്തിന് അറുതി വരുത്തുക എന്നതും വിധി നടത്തിപ്പിൽ അവശേഷിക്കുന്ന കാര്യങ്ങളിൽ ഹൈക്കോടതി തീർപ്പ് കൽപ്പിക്കുന്നതോടെ സഭയിൽ സമാന്തര ഭരണം പൂർണ്ണമായും വിരാമത്തിലെത്തും. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളുമായി ഇനിയും സഭാമക്കളെ ഇരുട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത് ഖേദകരമാണ്. സഭാ സമാധാനത്തിന് കണക്കെടുപ്പ് മാത്രമാണ് പോംവഴിയെന്ന് പറഞ്ഞവർക്ക് സുപ്രീം കോടതി വിധി വീണ്ടും വിചാരത്തിന് വഴിവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണക്കെടുപ്പിന് ആഘോഷമാക്കി വിശ്വാസികളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഇനിയെങ്കിലും സഭാ സമാധാനത്തെക്കുറിച്ച് വീണ്ടും വിചാരം നടത്തണം. വിധി നടപ്പാക്കാതെ ഉരുണ്ടുകളിച്ച ഉദ്യോഗസ്ഥർക്ക് താൽക്കാലികമായി ആശ്വസിക്കാമെങ്കിലും കോടതി വിധി അനുസരിക്കാത്തവർ ഇപ്പോഴും നിയമത്തിൻ്റെ മുന്നിൽ കോടതി അലക്ഷ്യത്തിലാണെന്നും അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് തിരുമേനി പ്രതികരിച്ചു. 130ാമത് മാരാമൺ കൺവെൻഷനിൽ മലങ്കര സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് സെക്രട്ടറി അഭിവന്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത, അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത, അഭിവന്യ സഖറിയ മാർ അപ്രേം മെത്രാപ്പൊലീത്ത എന്നീ പിതാക്കന്മാർ വിവിധ ദിവസങ്ങളിൽ പങ്കെടുത്തു. ഓരോ കുടുംബവും പഠിത്ത വീടാകണം. പരിശുദ്ധ കാതോലിക്ക ബാവ. അക്ഷരത്തെറ്റുകൾ തിരുത്തണം. വായിക്കുന്നതിൻ്റെ അർത്ഥം പങ്കുവയ്ക്കണം. കുട്ടികളുടെ വേദശാസ്ത്ര പഠനത്തിനുള്ള ആലയങ്ങളാകണം ഭവനങ്ങൾ. കുടുംബ പ്രാർത്ഥനയോടൊപ്പം ആധ്യാത്മിക പഠനവും സാധ്യമാകണം. ഇത് ഇന്ന് കുറഞ്ഞു വരുന്നു. സഭയിലുടനീളം ഇത് വ്യാപിക്കണം. ഈ പഠന പ്രക്രിയ പൂർത്തീകരിക്കുന്നവരെ സഭയുടെ ദൗത്യ മേഖലകളിൽ നിയോഗിക്കണം. അവർക്കാവശ്യമായ സാമ്പത്തിക പിന്തുണ സഭ നൽകണം. ഈ സഭയുടെ വളർച്ചയ്ക്ക് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണിത്. സത്യവിശ്വാസം മുറുകെ പിടിക്കുന്നതിനും മടികൂടാതെ പങ്കുവയ്ക്കുന്നതിനും ഉത്സാഹപൂർവം മുന്നിട്ട് വരണം. ദിവ്യബോധനം കോഴ്സ് പൂർത്തീകരിക്കുന്നവർ മിഷൻ ഭാഗമായി മാറണം. ഇത് അജ്ഞാന അന്ധകാരം മാറ്റുമെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ ദിവ്യബോധനം പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. പരിശുദ്ധ സഭ ആചാര്യന്മാരുടെ ഞായറാഴ്ച അഥവാ കൊഹനെ ഞായർ ഭക്തി പുരസരം ആചരിച്ചു. വിശുദ്ധ വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് വരുന്ന 2 ഞായറാഴ്ചകളെ സഭയുടെ അദൃശ്യമായ അംഗങ്ങളിൽ 2 കൂട്ടരെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ് പിതാക്കന്മാർ നീക്കിവെച്ചിരിക്കുന്നത്. ആദ്യത്തേത് നമ്മിൽ നിന്നും വാങ്ങിപ്പോയ ആചാര്യന്മാരെ ഓർക്കുന്നതിന് വേണ്ടിയും രണ്ടാമത്തേത് വാങ്ങിപ്പോയ വിശ്വാസികളെ ഓർക്കുന്നതിന് വേണ്ടിയുമാണ്. ഫെബ്രുവരി 16 വാങ്ങിപ്പോയ ആചാര്യന്മാരുടെ ഓർമ്മ ദിവസം ആചരിച്ചു. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥത വഹിക്കുവാൻ അവരോധിക്കപ്പെട്ടവരാണ് പുരോഹിതർ. അഗ്നിമയന്മാരായ മാലാഖമാരേക്കാൾ ശ്രേഷ്ഠരാണ് പട്ടക്കാർ. നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ ശരീര രക്തങ്ങളെ കൈകളിൽ വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവകൃപയുടെ പ്രത്യക്ഷങ്ങളായ അടയാളങ്ങളായ കൂദാശകളെ തൻ്റെ ജനത്തിന് നൽകുവാൻ തക്കവണ്ണം മശിഹായാൽ നിയമിക്കപ്പെട്ടവരുമാണ് അവർ. ആധുനിക സൗകര്യങ്ങൾ അപ്രാപ്യമായിരുന്ന ഒരു ഭൂതകാലം
ഒട്ടകലയല്ലാതെ നമ്മളിൽ പലരുടെയും ഓർമ്മകളിലുണ്ടാകും. ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് പോലും കേരളത്തിൽ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുണ്ടായിരുന്ന കാലങ്ങളിൽ കിലോമീറ്ററുകൾ നടന്നു ചെന്ന് ദൈവിക വേല നിർവഹിച്ചിരുന്ന അനേകം വൈദികരും മേൽപ്പട്ടക്കാരും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെയും ആത്മാർത്ഥമായ പ്രാർത്ഥനകളുടെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നതിന് യാതൊരു സംശയവുമില്ല. വിശുദ്ധ മദ്ബഹായുടെ പടികളിൽ ചവിട്ടി ആ വിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവസ്നേഹത്താൽ ശുശ്രൂഷിച്ചവരായ വൈദികരെ മാലാഖമാർ സ്വർഗവാതിലിൽ സ്വീകരിച്ചാനയിക്കും. ദൈവപുത്ര, നിന്നെ ഭംഗിയായി ശുശ്രൂഷിച്ച ഈ ആചാര്യന്മാരെ നിന്റെ രണ്ടാമത്തെ വരവിൻ്റെ വലിയ ദിവസത്തിൽ ഓർക്കുകയും അവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശുദ്ധ കൂദാശകൾ നമുക്ക് നൽകിയ ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയ പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ഈ ദിവസം നമുക്ക് ഓർക്കാം. ദൈവസന്നിധിയിൽ അവർക്കായി പ്രാർത്ഥിക്കാം. ഒപ്പം അവരുടെ പ്രാർത്ഥനകൾ നമ്മൾക്കും അനുഗ്രഹമാകുവാൻ അപേക്ഷിക്കാം. MOC പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പ്രശസ്ത വേദശാസ്ത്രജ്ഞൻ വെരി റവറൻ ഫാദർ ഡോക്ടർ KL മാത്യു വൈദ്യൻ കോർപ്പിസ്കോപ്പായുടെ വിശ്വാസ പടകിൽ എന്ന ഗ്രന്ഥം സെന്റ് പോൾസ് മിഷൻ ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പോലിത്ത പ്രകാശനം ചെയ്തു. ആദ്യ പ്രതി അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ തേവോദോറോസ് മെത്രാപ്പൊലിത്ത ഏറ്റുവാങ്ങി. അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപ്പൊലിത്ത, റവറൻ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ പ്രഭാഷണ കലയും ഭാഷയും എന്ന വിഷയത്തിൽ കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് മെത്രാപ്പൊലിത്ത പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ റവറൻ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ, ഡീക്കൻ സിബിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. വന്യമൃഗശല്യം മലയോര മേഖലയിലെ ജനങ്ങളെ ഭയാനകമായാണ് ബാധിച്ചിരിക്കുന്നതെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ. വന്യമൃഗശല്യം മൂലം ബുദ്ധിമുട്ടുന്ന അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏഷ്യാനെറ്റ് ന്യൂസും ശ്രീ ജോഷി കുര്യനും സംഘവും ഒപ്പിയെടുത്ത വാർത്താ പരമ്പര ഇരയാകുന്ന ജീവിതം ഒരു കണ്ണാടിയാണ്. മലയോര ജനതയുടെ ദുരിത ജീവിതത്തിൻ്റെ നേർചിത്രമാണ് ആ കണ്ണാടിയിൽ തെളിഞ്ഞത്. വന്യമൃഗശല്യത്തെക്കുറിച്ച് ഏഷ്യാനെറ്റ് ജനങ്ങളിലേക്ക് എത്തിച്ച വാർത്തകൾ തുറന്ന മനസ്സോടെ സർക്കാർ സ്വീകരിക്കണം. ക്രിയാത്മക വിമർശനങ്ങളെ ഉൾക്കൊള്ളണം. കാടിനെയും മനുഷ്യരെയും തമ്മിൽ വേർതിരിക്കണം. നഷ്ടപരിഹാരം കേവലം പ്രതിഷേധങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടിയാകരുത്. നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങളും ഉറപ്പും നൽകി മലയോരത്തെ കബളിപ്പിക്കരുത്. കടുവയെയും പുലിയെയും പേടിച്ച് ക്ലാസ് മുറികൾക്കുള്ളിൽ തളച്ചിടപ്പെടുന്ന കുരുന്നുകളെയും വാർത്തയിൽ കാണേണ്ടി വന്നു. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണം. കർഷകരുടെ വിയർപ്പിൻ്റെ ഫലമായാണ് ഇത്രയും നാൾ മലയാളി ഭക്ഷിച്ചത്. അതേ കർഷകരുടെ ചോരയും പ്രാണനും വീണ മണ്ണിൻ്റെ ക്ഷമയെ ഇനിയും പരീക്ഷിക്കരുത്. മാക്കാങ്കുന്ന് മധ്യ തിരുവിതാംകൂർ കൺവെൻഷനിൽ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. അധികാരികൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോകുമ്പോൾ ഈ മണ്ണിൽ അതിജീവിക്കുന്നവനായി മലയോര ജനതയ്ക്ക് സ്വയം പ്രതിരോധിക്കേണ്ടി വന്നാൽ അവരെ കുറ്റം പറയരുത്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം, അതേ പ്രാധാന്യത്തോടെ മനുഷ്യജീവനുകളെയും എന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭ സ്പോൺസർഷിപ്പ് അപേക്ഷിക്കാം. CMC വെല്ലൂരിൽ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ അംഗങ്ങളായ അർഹരായ വിദ്യാർത്ഥികൾക്ക് സഭാ സ്പോൺസർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 2025 മാർച്ച് 15 വരെയാണ്. വിശദ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കുക. വന്യജീവി പ്രശ്നം തടയുന്നതിലെ സർക്കാർ അനാസ്ഥയ്ക്ക് എതിരെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. വന്യജീവി ആക്രമണത്തിൽ നിരന്തരം ജനങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ വനം വകുപ്പ് മന്ത്രിയുടെയും സർക്കാരിൻ്റെയും അനാസ്ഥയ്ക്കെതിരെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് KCC സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് നടന്ന സമ്മേളനം മലങ്കര സഭയുടെ കൽക്കട്ട ഭദ്രാസന മെത്രാപ്പോലിത്തയും KCC പ്രസിഡന്റുമായ അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. ബിഷപ്പുമാർ രാഷ്ട്രീയം പറയണമെന്നും രാഷ്ട്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുവാൻ ഉത്തരവാദിത്വമുള്ള പൗരൻ എന്ന നിലയിൽ അവകാശമുണ്ടെന്നും അപ്രകാരം പ്രതികരിക്കുമ്പോൾ അതിനെ നിശബ്ദമാക്കുവാനുള്ള അധികാരികളുടെ ശ്രമം വിലപ്പോകില്ലെന്നും വനവും വന്യജീവികളും ഉള്ള ലോകത്തെ ഏക പ്രദേശം കേരളമല്ലെന്ന് ഭരിക്കുന്നവർ ഓർക്കണമെന്നും വന്യജീവികളിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടുന്ന സർക്കാർ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം നൽകുവാനുള്ള നിയമത്തെക്കുറിച്ച് ചിന്തിച്ച് തന്നെ ജനങ്ങളിൽ നിന്നും സർക്കാർ അകലുന്നു എന്നതിൻ്റെ തെളിവാണോ എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. KCC ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് P. തോമസ് അധ്യക്ഷത വഹിച്ചു. മാത്യൂസ് മാർ സിൽവേനിയോസ് എപ്പിസ്കോപ്പ,
ബിഷപ്പ് ഡോക്ടർ ജോർജ് ഈപ്പൻ, ബിഷപ്പ് ഡോക്ടർ സെൽവദാസ് പ്രമോദ്, KCC തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് റവറൻ AR നോബിൾ, ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ LT പവിത്ര സിംഗ്, ഫാദർ ബെന്യാമിൻ ശങ്കരത്തിൽ, ഫാദർ M ശാമുവൽ, അനീഷ് തോമസ്, സാംസൺ സാം കാഞ്ഞിക്കൽ കോറപ്പിസ്കോപ്പ, ഡോക്ടർ ജോസഫ് കറുകയിൽ കോറപ്പിസ്കോപ്പ, മേജർ TE സ്റ്റീഫൻസൺ, റവറൻ ഡോക്ടർ LJ സാംജീസ് എന്നിവർ പ്രസംഗിച്ചു. മലയോരവാസികളുടെ ജീവന് കാട്ടുമൃഗങ്ങൾ വൻ ഭീഷണി ഉയർത്തുമ്പോൾ മന്ത്രി നിസ്സഹായനായി കൈമലർത്തുകയാണ്. ജനവാസ മേഖലകളിലേക്കും വന്യമൃഗം ഇറങ്ങുന്നില്ലെന്നും കാട്ടിലേക്ക് ആളുകളാണ് കടന്നു കയറുന്നതിനുമുള്ള വനം മന്ത്രിയുടെ പ്രസ്താവന സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കുന്നു. ജനവാസ മേഖലയിലെ വന്യജീവി ആക്രമണം തടയുന്നതിന് വനം വകുപ്പ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ട് പോലും ആവശ്യപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാത്ത വനം വകുപ്പ് മേധാവിയുടെ സമീപനം ഇക്കാര്യത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ മനുഷ്യർക്ക് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുവാൻ വകുപ്പുണ്ടെന്ന് പറയുന്നവർ എന്തുകൊണ്ട് ആ വകുപ്പ് ഉപയോഗിക്കുവാൻ തയ്യാറാകുന്നില്ല എന്ന് വ്യക്തമാക്കണം. വനം മന്ത്രി 2024 ഫെബ്രുവരിയിൽ നിയമസഭയിൽ വെച്ച കണക്കനുസരിച്ച് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ 2023 വരെയുള്ള 8 വർഷത്തിൽ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 909 പേർ ദാരുണമായി കൊല്ലപ്പെട്ടു. 55,839 ആക്രമണങ്ങളുണ്ടായി. 7,492 പേർക്ക് പരിക്കേറ്റു. നഷ്ടപ്പെട്ട വീടുകളുടെയും കന്നുകാലികളുടെയും മറ്റ് സ്വത്തിൻ്റെയും കണക്ക് വലുതാണ്. ഇപ്പോൾ വന്യജീവി ആക്രമണം ദിവസേന നടക്കുന്നു. വനത്തിന് സമീപം മാത്രമല്ല, MC റോഡിൻ്റെ വശങ്ങളിലേക്കുള്ള സ്ഥലങ്ങളിലേക്കും വന്യജീവികൾ മനുഷ്യൻ്റെ സ്വൈര്യ ജീവിതം നശിപ്പിക്കുന്നു എന്നത് ഈ വിപത്തിൻ്റെ വ്യാപനം എത്രമാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നു. വനത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിലും അധികം വന്യജീവികൾ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുവാൻ പരിഷ്കൃത രാജ്യങ്ങൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ സ്വീകരിക്കുവാൻ ഭരണാധികാരികൾ തയ്യാറാകണം. തങ്ങളുടെ ജീവിതം അപകടത്തിലാക്കുന്ന വന്യജീവി ആക്രമണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിനം കൊല്ലപ്പെട്ട സോഫിയ 1 വർഷം മുമ്പ് പറഞ്ഞ വാക്കുകൾ അധികാരികളുടെ നിഷ്ക്രിയത്വത്തിനെതിരെയുള്ള വിരൽ ചൂണ്ടൽ ആയി ഇന്നും സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. കൊല്ലപ്പെടുന്നവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് മുതലക്കണ്ണീർ ഒഴുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കേരള നിയമസഭ ഒന്നായി അതിൽ ഇടപെടണം. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അല്പത്തമാണ്. മനുഷ്യജീവൻ നിരന്തരം കടിച്ചു കീറപ്പെടുമ്പോൾ നോക്കി നിൽക്കുവാൻ മനസാക്ഷിയുള്ളവർക്ക് ആകില്ല. പ്രശ്നം പരിഹരിക്കുവാൻ നിസ്സഹായത പറയുന്നവർ സ്വയം രാജിവെച്ച് മാതൃക കാണിക്കണമെന്നും ആവശ്യപ്പെട്ട് നിയമമനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവനും സ്വത്തിനും അപകടകരമാകുന്ന എന്തിനേയും തടയുവാൻ സർക്കാർ തയ്യാറാകണമെന്നും KCC ആവശ്യപ്പെട്ടു. കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വൈദികർ പ്രാപ്തരാകണം. പരിശുദ്ധ കാതോലിക്ക ബാവ ഞാലിയാകുഴി ബസേലിയോസ് ദേറായിൽ വെച്ച് നടന്ന സെൻട്രൽ സോൺ വൈദിക പഠന ശിബിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. പ്രതിസന്ധികളുടെ പരിഹാരത്തിന് അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി പരിഹാരം കാണണമെന്നും അജപാലന ശുശ്രൂഷയുടെ പരമമായ ലക്ഷ്യം അതാണെന്നും കാതോലിക്ക ബാവ ഓർമ്മിപ്പിച്ചു. ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്ക്രോസ്, ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ്, ഡോക്ടർ സക്രിയ മാർ സേവേറിയോസ്, ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ നൈനാൻ വി ജോർജ്, ഫാദർ ഡോക്ടർ മാത്യു വർഗീസ്, ഫാദർ ലെസ്ലി പി ചെറിയാൻ, ദേറ മാനേജർ മത്തായി റംബാൻ എന്നിവർ പ്രസംഗിച്ചു. ഫാദർ ഡോക്ടർ തിമോത്തി USA ക്ലാസിന് നേതൃത്വം നൽകി. കോട്ടയം സെൻട്രൽ, ഇടുക്കി, നിലയ്ക്കൽ ഭദ്രാസനങ്ങളിൽ നിന്നായി 180 വൈദികർ സംബന്ധിച്ചു. പാമ്പാടി കുര്യാക്കോസ് ദേറ അഭയഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ ദൈവസ്നേഹിയായ അഭിവന്യ ഗീവർഗീസ് മാർ ഈവാനിയോസ് തിരുമേനിയുടെ നാമത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഗീവർഗീസ് മാർ ഈവാനിയോസ് റിട്ടയർമെന്റ് ഫാമിന്റെ കട്ടിളവെപ്പ് ഇടവക മെത്രാപ്പൊലിത്ത അഭിവന്യ ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്ക്രോസ് നിർവഹിച്ചു. പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ, MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റജി സക്കറിയ എന്നിവർ പങ്കെടുത്തു. മലങ്കര സഭയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ആത്മീയവും ഭൗതികവുമായ ദർശനം പകർന്ന മഹാത്മാക്കളാണ് 2 നൂറ്റാണ്ടിലധികമായി സഭയുടെ സ്ഥിരാകേന്ദ്രമായ പഴയ സെമിനാരിയെ നയിച്ചതെന്ന് സെമിനാരി വൈസ് പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലിത്ത പറഞ്ഞു. പഴയ സെമിനാരിയിൽ നടന്ന പിതൃസ്മൃതി സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സെമിനാരി സഭയുടെ ഹൃദയമാണ്. സഭയിലെ പിതാക്കന്മാരെയും നേതാക്കന്മാരെയും രൂപപ്പെടുത്തുന്ന വേദവിജ്ഞാന കേന്ദ്രമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ MP ജോർജ് കോറപ്പിസ്കോപ്പ, പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. മേൽപ്പെട്ട സ്ഥാനത്ത് 16 വർഷം പൂർത്തിയാക്കിയ സെമിനാരി വൈസ് പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലിത്തയെ സെമിനാരി കുടുംബം പൊന്നാട അണിയിച്ച് ആദരിച്ചു.
പോളണ്ട് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം യൂണിവേഴ്സിറ്റി ഡീൻ ഫാദർ ഡോക്ടർ മത്യാസിന്റെ നേതൃത്വത്തിൽ കൂനൻകുരിശ് തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശിച്ച് പ്രാർത്ഥന നടത്തി. കോട്ടയം സീറി ഡയറക്ടർ ഫാദർ ജേക്കബ് എല്ലാവരെയും പരിചയപ്പെടുത്തി. വടവാതൂർ സെമിനാരി ഫാദർ ഫ്രാൻസിസ് എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയും വന്യ ബെന്യാമിൻ തോമസ് റമ്പാച്ചൻ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ എന്ന വിഷയത്തെപ്പറ്റി ക്ലാസ് എടുക്കുകയും ചെയ്തു. സിസ്റ്റേഴ്സും വൈദികരും ചേർന്ന് പോളിഷ് ഭാഷയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഹരിത നോമ്പിന് ആഹ്വാനം ചെയ്ത് മലങ്കര സഭ. പ്രകൃതി സംരക്ഷണത്തിൻ്റെയും പരിസ്ഥിതി സൗഹൃദ ജീവിതത്തിൻ്റെയും ഭാഗമായി ഈ വർഷത്തെ 50 നോമ്പ് ആചരിക്കാൻ മലങ്കര സഭ. നോമ്പും ഉപവാസവും വ്യക്തിഗത ജീവിതത്തിൽ പോഷണം നൽകുന്നത് മാത്രമല്ല, പ്രകൃതിയോടും സർവ്വജീവജാലങ്ങളോടുമുള്ള സമീപനത്തിലും മാറ്റമുണ്ടാക്കുന്നതും ആവണമെന്ന് സഭയുടെ ഇക്കോളജിക്കൽ കമ്മീഷൻ പ്രസിഡന്റ് അഭിവന്യ ജോസഫ് മാർ ദിവിനാസ്യോസ് തിരുമേനി പറഞ്ഞു. നോമ്പിലെ 7 ആഴ്ചകളിലേക്കും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര ആശയവും അത് നടപ്പിലാക്കി വരുത്തുന്നതിനുള്ള പ്രവർത്തന മാർഗനിർദ്ദേശങ്ങളും അടങ്ങുന്ന വിവരങ്ങളും ഇടവക തലത്തിൽ വിശ്വാസികൾക്ക് ലഭ്യമാക്കും. വലിയ നോമ്പിന്റെ ആരംഭ ദിവസം കല്ലട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഹരിത നോമ്പിന്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മാംഗ്ലൂർ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പീഡിയാട്രിക് നഴ്സിംഗിൽ ഡോക്ടറേറ്റ് ലഭിച്ച ശ്രീമതി ടിൻസി മറിയം ഈശോയ്ക്കും പരിയാരം മാർ അപ്രയം ഓർത്തഡോക്സ് ഇടവകയുടെ മാർ അപ്രയം അവാർഡ് 2025 അർഹയായ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയും മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് ജേതാവുമായ ശ്രീമതി നിത്യ മാമനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.